ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ നാമം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആബാ പിതാവേ എന്ന് മനസ്സ് തുറന്ന് കരഞ്ഞപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. വിശ്വാസത്തോടെ ഇന്നലത്തെ രാത്രി പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചതൊന്നും തന്നെ ഫലം കാണാതിരിക്കുകയില്ല. ചിലർക്ക് അത് നേരിട്ട് അനുഭവമുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് തക്ക സമയത്ത് കർത്താവ് ഇടപെട്ടിരിക്കും. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്. ഇന്നലെ രാത്രി മനസ്സ് തുറന്ന് എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുവോ ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടിയിരിക്കും. ഉത്തരം കിട്ടിയ പ്രാർത്ഥനയും ഇനിയും ഫലം കിട്ടാൻ പോകുന്ന പ്രാർത്ഥനയും ഓർത്ത് നന്ദിയും പ്രത്യാശയും നിറഞ്ഞ ഹൃദയവും മനസ്സോടും കൂടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ പുതിയ ദിവസം ജീവിക്കാനും കർത്താവിൻ്റെ കൃപയും കാരുണ്യവും അനുഭവിക്കുവാനും പുതിയ അവസരം ലഭിച്ചതിനായി ഈ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും നമുക്ക് കർത്താവിന് നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങളിൽ ചിലരൊക്കെ ആദ്യമായി ഈ ചാനലിൻ്റെ വീഡിയോ കാണുന്നവരാകാം. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ്. പലരും ഈ ചാനലിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് കുറച്ചുനാൾ നിർത്തിയതായിരുന്നു. പക്ഷേ വീണ്ടും ഇത് പ്രാർത്ഥിക്കുന്നതിനായി വീണ്ടും തിരിച്ചു വന്നവരുണ്ട്. ഇനി തുടക്കം മുതലേ പലരും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന ക്ഷമയോടെ കാത്തിരുന്ന് കേൾക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് കർത്താവ് ഒരു വലിയ കാര്യം ചെയ്തു തരും. ഇപ്പോൾ തന്നെ മനസ്സ് തുറന്ന് കർത്താവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാൻ തുടങ്ങുക. നാം ഇപ്പോൾ ആയിരിക്കുന്നത് സകലതിനെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിലാണ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതിനെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുൻപിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും മനസ്സ് തുറക്കാനും കരയാനും നിയോഗങ്ങൾ സമർപ്പിക്കാനും അവസരമൊരുക്കിയ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും എത്ര മഹനീയമാണ്! ആരാണ് ഈ ദൈവം? ദൈവം സ്നേഹമാണ്. വചനം പറയുന്നു, ദൈവം സ്നേഹമാണ്. കളങ്കമില്ലാത്ത പവിത്രമായ സ്നേഹത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ ദൈവമാണ് നമ്മുടെ പിതാവ്. സകലതും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എൻ്റെ സ്നേഹമുള്ള പിതാവാണ് എന്ന ഈ അറിവും ബോധ്യവും ഉൾക്കൊണ്ട് നമുക്ക് മനസ്സു തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പ്രചോദനം നൽകുന്ന ഇന്നത്തെ ദൈവവചനം നമുക്ക് കേൾക്കാം. വചനത്തിലുള്ള ശക്തിയും കൃപയും ഇന്ന് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവമേ, നിന്റെ പ്രിയ പുത്രീ പുത്രന്മാരെ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ നീ എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് അങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ സ്നേഹവാനായ ഞങ്ങളുടെ പിതാവായ ദൈവമാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ സമയം സ്വന്തം ഭൗമിക പിതാവിനോട്
ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും കോപവും ശത്രുതയും പരാതിയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ തന്നെ നീ സൗഖ്യം നൽകണമേ. സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും അവർക്ക് കിട്ടാതെ പോയ സ്നേഹം കർത്താവേ, നീ ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നിറച്ച് അവർക്ക് സമ്പൂർണ്ണ സൗഖ്യം നൽകണമേ. കർത്താവേ, ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കണമേ. സ്നേഹവാനായ പിതാവേ, വർഷങ്ങൾക്ക് മുൻപ് ചെറുപ്പം മുതലേ സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഏൽക്കേണ്ടി വന്ന തിരസ്കരണങ്ങൾ, വേദനകൾ, നിരുത്സാഹപരമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, കളിയാക്കലുകൾ, ശാപവാക്കുകൾ, കഠിനമായ ശിക്ഷകൾ, പക്ഷാപാതങ്ങൾ, സ്നേഹരാഹിത്യങ്ങൾ കാലാകാലം ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയത് ഇപ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ശരിയായ രോഗസൗഖ്യത്തിന് ശരിയായ രോഗനിർണയം ആവശ്യമാണ്. സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ അവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്നും ഒരു സൗഖ്യം ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, ഹൃദയത്തിന് മുറിവേറ്റ ഈ അവസ്ഥയിൽ കഴിയുന്ന മക്കൾ എവിടെ പോകും? ഈ ആന്തരിക മുറിവുകൾ ആർക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കും? കണ്ണുകൊണ്ട് കാണാത്ത വിഷമങ്ങൾക്ക് ആര് പരിഹാരം നൽകും? അവർക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ സ്നേഹമില്ലാതെ ആർക്കും ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. ഞങ്ങളുടെ സഹനങ്ങൾ നിനക്ക് മാത്രം അറിവുള്ളതാണല്ലോ. എന്നാൽ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പലരെയും ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചിരുന്നു. ആ ദുർഘടമായ അവസ്ഥയിൽ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാൻ പിതാവേ, നീ തന്നെയാണ് പ്രത്യാശ നൽകി സ്നേഹത്തോടെ ഞങ്ങളെ ഇതുവരെയും കാത്തു സൂക്ഷിച്ചത്. നിന്റെ ഈ മഹത്തായ പദ്ധതിയെ ഓർത്ത് നിരന്തരമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ നന്ദി, പിതാവേ സ്തുതി. പിതാവേ, നിന്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ലല്ലോ. എന്നാൽ നിന്റെ സ്നേഹമാണ് ജീവൻ, നിന്റെ സ്നേഹമാണ് സൗഖ്യം, നിന്റെ സ്നേഹമാണ് വിടുതൽ, നിന്റെ സ്നേഹമാണ് സമാധാനം, നിന്റെ സ്നേഹമാണ് എല്ലാം. സർവശക്തനായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകൾക്കും അവരുടെ സ്വന്തം അപ്പനെതിരെ അമ്മയ്ക്കെതിരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്ത കൊണ്ടോ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ സമയം നിന്നോടും ഞങ്ങളുടെ അപ്പനോടും അമ്മയോടും പൂർണ്ണമായും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും നീ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകൾക്കും അവരുടെ പരാജയങ്ങളുടെ കാരണം വെളിപ്പെടുത്തി കൊടുക്കണമേ. മാതാപിതാക്കൾക്കെതിരെയുള്ള പാപങ്ങൾ ഏറ്റുപറയാതെ, മനസ്താപമില്ലാതെ, ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കാതെ, ഞങ്ങൾ സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും ദൈവികമായ ഇടപെടലിനുമായി വർഷാവർഷങ്ങൾ ഓടി നടന്നിട്ടും ഫലം കാണാതെ പോയത് മാതാപിതാക്കൾക്കെതിരെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്ന പാപമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പിതാവേ, ഈ സമയം ഞങ്ങളുടെ സൗഖ്യത്തിൻ്റെ നിമിഷമാകട്ടെ. ഈ നിമിഷം ഞങ്ങളുടെ രക്ഷയുടെ ദിവസമാകട്ടെ. സ്നേഹവാനായ പിതാവേ, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് സമാധാനവും അനുരഞ്ജനവും നൽകട്ടെ. നിന്റെ സ്നേഹം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള തകർന്നുപോയ ബന്ധങ്ങൾ പുനർജീവിപ്പിക്കട്ടെ. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ മേഖലകളിലും നിന്റെ സ്നേഹം നിറച്ച് ഒഴുക്കണമേ.
ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളുടെ ആഴങ്ങളിലേക്ക് നിന്റെ സൗഖ്യകരമായ സ്നേഹമെത്തി ഞങ്ങളുടെ ഭാഗ്യങ്ങളും ഭാവിയും പുതുക്കിപ്പണിയട്ടെ. നിഷേധത്തെ അംഗീകാരമാക്കി, അനാസക്തിയെ സ്നേഹമായി, ആക്ഷേപത്തെ പ്രോത്സാഹനമായി, ശാപങ്ങളെ അനുഗ്രഹങ്ങളായി, ദാരിദ്ര്യത്തെ സമൃദ്ധിയായി, പരാജയങ്ങളെ വിജയമായി, ഭയത്തെ വിശ്വാസമായി, നിരാശയെ പ്രത്യാശയായി, രോഗങ്ങളെ ആരോഗ്യമാക്കി, വഴക്കുകളെ രമ്യതയാക്കി, ഭിന്നതകളെ ഐക്യമാക്കി, ഹീനബോധത്തെ സമത്വമായി, യുദ്ധങ്ങളെ സമാധാനമായി നീ മാറ്റിത്തീർക്കണമേ. ജീവന്റെ സൃഷ്ടാവും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമായ കർത്താവായ ദൈവമേ, നിന്റെ പുത്രനായ യേശുവിനെ നിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ അയച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നിന്നിൽ വിശ്വസിക്കാനുള്ള കൃപയും നിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കാനുള്ള കരുത്തും നിന്റെ വിശ്വസ്തതയിൽ പ്രത്യാശ വയ്ക്കാനുള്ള വിശ്വാസവും തരണമേ. ഗൊൽഗോഥായിലെ ക്രൂശിതനായ കർത്താവിലൂടെ നിന്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണ വെളിപ്പെടുത്തൽ കാണുമ്പോൾ നിന്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും വീതിയും ദൈർഘ്യവും മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും നീ ഒരുക്കണമേ. നിന്റെ സ്നേഹം ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കട്ടെ. പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ, ദൈവമേ, നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. നിന്റെ സ്നേഹം ഞങ്ങളെ സകല കഷ്ടപ്പാടുകളിലും ഭാരങ്ങളിലും നിന്ന് മോചിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് അസാധ്യമാകുന്ന കാര്യം നിനക്ക് സാധ്യമാണ് എന്ന് നിന്റെ സ്നേഹം ഞങ്ങളെ ഉറപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾ തുടങ്ങുമ്പോൾ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് പുതിയ ശക്തിയും പുതിയ പ്രത്യാശയും പുതിയ അവസരങ്ങളും പുതിയ ദർശനവും പുതിയ വിജയവും പുതിയ സമൃദ്ധിയും പുതിയ ബന്ധങ്ങളും പുതിയ പദ്ധതികളും പുതിയ കൂട്ടായ്മകളും പുതിയ മനോഭാവവും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ സമീപനവും നൽകണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ സ്നേഹം ഞങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. ബുദ്ധിമുട്ടുകളിലും വെല്ലുവിളികളിലും ഒരിക്കലും നിന്നെ കൈവിടാതിരിക്കാൻ നിന്റെ സ്നേഹം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പുതുക്കുകയും ചെയ്യട്ടെ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നീ അത്ഭുതം നടത്തണമേ. പിതാവേ നന്ദി, പിതാവേ സ്തുതി. എന്നെ സ്നേഹിച്ചതിനായി കർത്താവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ചതിനായി പിതാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ മനോഹരമായ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരായതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കി ഞങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകി, പുതിയ അനുഭവം നൽകി, പുതിയ പ്രചോദനം നൽകി, ഒരു പുതിയ അഭിഷേകം നൽകി ഇന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും രാത്രി 9 മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൂടാം. അതുവരെ കർത്താവ് നിങ്ങളെ അവൻ്റെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.